ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്ന സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, നിങ്ങളിലേക്ക് വരുന്ന നേട്ടത്തെയാണ് ഈ കാർഡ് പറയുന്നത്. ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബൻഡൻസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ വളരെ ക്ഷമയോട് കൂടിയിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെയേറെ കറേജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളെ നയിക്കാനായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണുള്ളത്. ഇവിടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പേഴ്സണൽ ഗ്രോത്ത്, പുരോഗതിയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ഗോൾ നേടാൻ പോവുകയാണ്. അതിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് പ്രോസ്പെരിറ്റിയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ്സിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നു എന്ന് ഈ കാർഡ് പറയുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെയും ഉണ്ടായി പോവില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഗോൾ നേടാനായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് സോർട്സ് കാർഡാണ്. 10 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലെ വേദന ഉണ്ടാകുന്നു, നിങ്ങളിലെ ഒരു ക്രൈസിസ് എന്തായിരുന്നു, പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എൻഡായി പോവാണ്. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാൻ പോവാണ്. ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാധ്യത, ആ ഒരു ഹോപ്പ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കറേജ് എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡീപ്പ് ഹീലിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന്, പല വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്. ആ വേദനകളെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് എല്ലാ ദിവസവും ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രെയർ തന്നെയാണ് നിങ്ങളെ ആ ഹീലിംഗിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരാണ്. നിങ്ങൾ നിങ്ങളുടെ ഗോൾ നേടാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് തന്നെയാണ്. നെക്സ്റ്റ് കാർഡ് ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ സത്യാവസ്ഥ, നിങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ തന്നെ ഉയർത്താൻ പോവുകയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കനിങ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാണ്. നിങ്ങൾക്കിവിടെ മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പദ്ധതി ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പ്രകാശത്തെ മനസ്സിലാക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് സക്സസ് തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. നിങ്ങൾ കരുതിയിട്ടുണ്ടാവും, ഞാനൊരു ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണ്, ഏതൊരു കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിലും അവിടെ എനിക്ക് അൺലക്കിയാണ് കാണിക്കുന്നത്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം വരെയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരെയാണ്. ഇവിടെ ഒരു കാർമിക് ലെസൺ പഠിച്ചൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലെ ബാഡ് കർമ്മ എന്തായിക്കൊണ്ട് നിങ്ങളിലേക്ക് ഗുഡ് കർമ്മ വരെയാണ്. ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി യൂണിവേഴ്സ് ആയിട്ട് തന്നെ തരും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് ആണ്. ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഒരുപാട് ലെസൺസ് പഠിച്ച ഒരു വ്യക്തിയുടെ എനർജി. ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയുടെ ഒരു മാറ്റത്തെ, എനർജി കൈക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കൈക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നോക്കുകയാണ്. ഇവിടെ നെക്സ്റ്റ് കാർഡ് ദ സ്റ്റാർ ആണ്. നിങ്ങളിലേക്ക് ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, ഹീലായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്.
വിഷസ് ഗ്രാൻഡഡ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് സാധിപ്പിച്ചു തരാൻ പോവാണ്. നിങ്ങൾ റൈറ്റ് പാത്തിലാണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. നിങ്ങളിലേക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം കാണിക്കുന്നു. ഹോപ്പിനെയാണ് ഈ കാർഡ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹം തരാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കാര്യം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. വെയിറ്റ് ചെയ്യുക. സക്സസ് നിങ്ങളിലേക്ക് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ ന്യൂ ഐഡിയ ആണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. ഐഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ, അതിൽ ഒരു വ്യക്തത വരെയാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചിരുന്നു, ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ഒരു അവയർനെസ് ആണ് കാണിക്കുന്നത്. ഏതൊരു കാര്യം നിങ്ങളിലേക്ക് എത്താണ്, അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്താണ്. ഇവിടെ ട്രൂത്ത് റിലീവ്ഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യതയുണ്ട്. അവർ മറച്ചു വെച്ചിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോവാണ്. ബ്രില്യൻറ്റ് മൊമെന്റ് ഓഫ് ക്ലാരിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു സത്യാവസ്ഥ അറിയാൻ പോവാണ്. ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അറിയിക്കാൻ പോവാണ്. എന്തൊരു കാര്യം കൊണ്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ എത്തിക്കും. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അവർ തന്നെ നിങ്ങളോട് സത്യം പറയാൻ പോവുകയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾ ആണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആണ്, അബണ്ടൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന പേഴ്സണൽ ഗ്രോത്തിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയും ഈ കാർഡ് പറയുന്നു. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വെൽത്ത്, അത് യൂണിവേഴ്സ് നിങ്ങളുടെ പ്രെയർ അത് കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ നോക്കിക്കാണാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സക്സസ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്താണ്. എല്ലാം ഒരുമിച്ച് യൂണിവേഴ്സ് തരില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ലൈഫിലേക്ക് ആവശ്യം, ആ ഒരു കാര്യമാണ് ആദ്യം തരിക. ആ ഒരു കാര്യം സാധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം. ഈ ഒരു കാര്യം എന്നിലേക്ക് സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം. നമ്മൾ എത്ര കണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, അത്ര കണ്ട് നമ്മളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുള്ളൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് കാണിക്കുന്നു. അവർ നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചറും കാണിക്കുന്നുണ്ട്. സന്തോഷമായ ലൈഫിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏസ് ഓഫ് വാൻസ് കാർഡ് ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്, ഒരു തീരുമാനത്തെ, ഒരു ഡിസിഷനെ. നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന മുടക്കരുത് കേട്ടോ. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്താണ്. ആ ഒരു സമയത്ത് നമ്മൾ ഉണർന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ന്യൂ ഐഡിയ തന്നെയാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ്, പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ് എന്നൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം സക്സസ്സിലേക്ക് എത്താൻ പോകുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ലൈഫ് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷനിലാണെങ്കിൽ, നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ അവരുടെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. അവരിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അവർക്ക് തിരിച്ചറിവ് വരെയാണ്. അവർ ഒരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവിടെയും എൻഡായി പോവില്ല. ഒരു തുടക്കത്തെയാണ് കാണിക്കുന്നത്. ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ആ പിക്ചർ നോക്കൂ. ഇവിടെ നിങ്ങളുടെ കയ്യിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ കുറേ കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, അവിടെ പ്രകൃതിയായിട്ട് തന്നെ, പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളിലേക്ക് വഴിയൊരുക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ബ്രില്യൻറ്റ് ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഇൻസ്പിറേഷൻ കൊണ്ടുവരിക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, തുടക്കം കുറിക്കുക.
ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്. ക്വിക്കായിട്ട് സൈലൻ്റ് ആയിട്ട് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. എങ്കിലും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നു. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു പിക്ചർ നോക്കൂ. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് അവരിലേക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ തിരിച്ചു വരും. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോഴും പ്രാർത്ഥിക്കാത്തവരുണ്ട്, യൂണിവേഴ്സിൽ വിശ്വസിക്കാത്തവരുണ്ട്, റീഡിങ് മാത്രം കണ്ടുപോകുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്താണ്. ആ ഒരു സമയത്ത് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഏവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഒത്തിരി പേര് പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ടുണ്ട്, ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം, നമ്മൾ എഫേർട്ട് എടുക്കണം. കുറച്ച് സമയം നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മൾ ഒരു എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു സാധ്യതയിലേക്ക് നമ്മൾ എത്തില്ല. ഇവിടെ നമ്മൾ എഫേർട്ട് എടുക്കണം. നമ്മുടെ കാര്യം സാധിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഹീലിംഗ് വേണം. ഒരാളോടും ദേഷ്യവും വൈരാഗ്യവും പാടില്ല. സെൽഫ് ലവ് വേണം. അവനവനെ തന്നെ സ്നേഹിക്കണം. ഇനി മനസ്സിനെ കൺട്രോൾ കിട്ടുന്നില്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയിലേക്ക് പോവുക. ആ ഒരു സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം തന്നെയാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള സൈൻ ഉടനടി കാണുന്നതായിരിക്കും. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതായിരിക്കും. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.